ഹലോ ഗായ്സ്, ഇതൊരു വെരി ലേറ്റ് ആയിട്ടുള്ളൊരു ഓണം വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഓണം. അപ്പോൾ നമ്മൾ തിരുവോണത്തിന് ചേട്ടയുടെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരുവോണം നമ്മുടെ വീട്ടിൽ യൂഷ്വലി സിന്ധാനിയുടെ വീട്ടിലാണ്, എന്ന് വെച്ചാൽ കുടുംബത്തെ അമ്മാമ്മ എവിടെയാണോ അവിടെ ആണല്ലോ തിരുവോണം, അങ്ങനെയാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്, ഓരോ ഓണം ഓരോ വീട്ടിലാണ്. ഇപ്പം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, വീടിൻ്റെ എണ്ണം കുറഞ്ഞു. വീടിൻ്റെ എണ്ണം കൂടുകയാണ് യൂഷ്വലി ചെയ്യാറ്. ഇപ്പം ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചുരുങ്ങി 2 ഓണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുവോണത്തിന് യൂഷ്വലി നമ്മൾ ഇറങ്ങാറില്ല, ഔട്ടത്തിന് രാവിലെയാണ് ഇറങ്ങാറ്. ഇന്ന് ഈ വട്ടമാണ് തിരുവോണത്തിന് ഈവനിങ് ഇറങ്ങിയിരിക്കുകയാണ്, കാരണം ലക്കിയെ കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈകിട്ടേ ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി, കാരണം അവൻ കാറ് കയറിയാൽ പിന്നെ നമ്മുടെ ദേഹത്തെല്ലാം പൂടെയാവും. ചേട്ടയ്ക്ക് എന്നെ കാറിൽ പോകുകയാണെങ്കിൽ ഒരു 100 വട്ടം നിർത്തി എല്ലാം ഓക്കെ ആണോ, AC വാൽവ് നല്ലതായിട്ട് പോകുന്നുണ്ടോ, കാറ്റൊക്കെ എല്ലാം ഉണ്ടോ, ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞാൽ പുള്ളിക്കൊരു സമാധാനമാകും തോന്നുന്നു. അപ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് അതിനുള്ള ഡാൻസൊക്കെ കളിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇതൊന്നും ചെയ്തില്ല ചേട്ടാ എന്നെ ചോദിക്കും, എന്താ ചെയ്യുന്നത്, അനക്കൊന്നും ഇല്ലല്ലോ എന്ന്. ചേട്ടായാണെങ്കിൽ ഒരു പാട്ടിട്ടപ്പോഴത്തേക്ക് ചേട്ടയുടെ പോക്ക് 100-ലായിരുന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ തിരുവോണത്തിന് അവിടെ എല്ലാവർക്കും അമ്മാമ്മയുള്ള സിന്ധാനിയുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മളും ഇന്ന് അങ്ങോട്ട് പോകണം, ഫുഡ് കഴിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡിന്നറായിട്ട്. അങ്ങനെ നമ്മൾ ഇന്ന് നേരിട്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകണത് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഓണം നല്ല രസമാണ് കേട്ടോ. അല്ലെങ്കിൽ മൂത്തമ്മയുടെ അവിടെ 2 ഓണം വെക്കും. അത് കഴിഞ്ഞിട്ട് അവിട്ടം വീട്ടിൽ, ഉത്തരാടം മാമൻ്റെ അവിടത്ത്, അങ്ങനെ മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു 4 ഓണമൊക്കെ ഉണ്ടാവുമായിരുന്നു. നല്ലൊരു രസം, ഒരു ഫോൺ മെമ്മറിയാണ് കേട്ടോ അതൊക്കെ. നല്ല രസം, എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് കുക്ക് ചെയ്യും. നല്ല രസമാണ് ആ ഓണം ടൈം എന്ന് പറഞ്ഞാൽ, അടിപൊളിയാണ്. ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സൈഡെല്ലാം അടിപൊളിയായിട്ടങ്ങ് അലങ്കരിച്ച് ഓണം മൂടാണ് ടോട്ടലി. ഒത്തിരി ഓണം ഡെക്കറേഷൻസും എല്ലാം നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം ആക്ച്വലി ഫെസ്റ്റിവൽ ടൈമിലൊക്കെ കാണാൻ അടിപൊളിയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ അമ്മാമ്മയ്ക്ക് കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു. മുടിയൊക്കെ ഒരു മാതിരിയായി. നമുക്ക് മൊത്തത്തിൽ ഒരു 3.5 മണിക്കൂർ ട്രാവലുണ്ട്. അതിൽ മിഡിൽ നമ്മൾ ഒരിടത്തുകൂടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് പോകുന്ന വഴിക്ക് ഒരു സ്നീക്കേഴ്സ് അപ്പം വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പാതിരാത്രി സ്നീക്കേഴ്സ് മേടിക്കാൻ പോകും കേട്ടോ. തിരിച്ചിപ്പോൾ നമ്മൾ സിന്ധാനിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സിന്ധാനിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ആയിരുന്നു തിരുവോണം, അതുകൊണ്ട് നമ്മളും ഡിന്നർ ഇവിടെ നിന്നാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഹലോ, എവിടെയാ ഹച്ചേട്ട? എവിടെ? ഓഫ് ചെയ്തിട്ടേ വരത്തുള്ളോ? അച്ഛോ, ഓ അവന്റെ കണ്ണിവിടെ നല്ല പ്രകാശം. അറിയാത്ത സ്ഥലമായിട്ടൊരു ചേച്ചി വരുന്നോണ്ട് ഒരു വട്ട കൊള്ളാം. സ്ലീവ്ലെസ് ഇട്ടേക്കുന്നു, എന്നെ ഇപ്പൊ മാറ്റും. നീ എടുക്കുവോ അവനെ? ആ വായോ ഉണ്ട്. പക്ഷേ 24 ലക്ഷത്തിന് മുകളിൽ സാലറി 30% ടാക്സ് വരുന്ന ഒരാളാണ്. അത് 4 സ്നീക്കേഴ്സ് വന്നിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു വാക്ക് പറയണ്ടേ? അമ്മാമ്മോ എന്തോ വേണം? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങാം കേട്ടോ, വീട്ടിലോട്ട് പോവാണ്. ലക്കി ഇവിടെ വന്നപ്പോൾ കുറച്ച് പേടിയായിരുന്നു, അവൻ ഈ വീട് അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട്. തിരുവോണം കഴിഞ്ഞു, ആൻറ്റിയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ച് ഉറങ്ങാൻ പോവാണ്. അപ്പം ലക്കി കുറച്ച് പുതിയ സ്ഥലം കുറേ നാളായി കാണാതിരുന്ന് കണ്ടിട്ട് അവനൊരു വെപ്രാളമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഈ വീട് അവന് കുറച്ച് ഫെമിലിയറാണ്. അപ്പോൾ ഇനി തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിന് കാണാം. ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിട്ടാണ് ഇന്ന് നമ്മുടെ വീട്ടിലെ ഓണമാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ മുറ്റമൊക്കെ തൂക്കുകയാണ്. ലക്കി കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവന് ഈ വീട് നല്ല പരിചയം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ചുറ്റി നടക്കാൻ അതിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുകയാണ് വീട്. അപ്പോൾ ഓണമായിട്ട് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ടാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഞാൻ കിങ്ങണിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് റെഡിയാവാൻ. അവൾ പിന്നെ കളിപ്പാറ് കിടന്ന് ഉറങ്ങുന്നൊരു ശീലം ഉണ്ടായിട്ട് രാവിലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ സൈനൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ഉണർത്തിയത്. എന്നിട്ട് ഞാൻ ഒരുങ്ങിയിട്ട് റെഡിയായിട്ട് അവിടെ ചെന്നപ്പോൾ ആസ് യൂഷ്വൽ അവൾ കിടന്ന് ഉറങ്ങുന്നത് കുറച്ച്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അമ്പലത്തിലൊക്കെ പോയി. വെളിയത്തമ്പലത്തിലാണ്, ശിവൻ്റെ അമ്പലമാണ്. അവിടെ പോയി തൊഴുതിട്ടൊക്കെ വന്നു. പിന്നെ തിരികെ വന്നു ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സദ്യ ഉണ്ടായതുകൊണ്ട് ഒരു ഉടായ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വയറ് നിറയ്ക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തേക്കാണ് കേട്ടോ ഫുഡൊക്കെ. കാരണം അത്രയും പേർക്ക് കൂടെ വെക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല, അമ്മയ്ക്ക് വയ്യ. എന്നൊന്നുകൂടെ ടച്ചപ്പൊക്കെ ചെയ്ത് സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സത്യമാമിൻ്റെ വൈഫാണ് കേട്ടോ. സത്യമാമിൻ്റെ മാമി പിന്നെ ശ്രീദേവി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സിനിക്കോ എനിക്ക് എന്തോരം സിനിക്കിട്ട് ഞാൻ എഴുതാണ്ടില്ലേ. പൊളിക്കാത്ത കണ്ണനുണ്ണി ഞാൻ എന്റെ വ്ളോഗില് പറയും കേട്ടോ. പൊളിക്കാത്ത കണ്ണനുണ്ണി എന്റെ സുന്ദരിമാരായ ആന്റീസും. എവിടെ ഞാൻ ഓണത്ത് പൂക്കളം ഇന്നലെ തീരത്തില്ലേ. പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് തിരുവാതിരയും പരിപാടിയും ഫൺ ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് ഗെയിമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ അക്ഷരം റാ, പേര്, ഇഷ്ടപ്പെട്ട സ്ഥലം, പറ്റത്തില്ല അക്ക. അടുത്തത് അമ്മ. അക്ഷരം യാ, യാ. പേര് യാദവ്. അച്ഛൻ്റെ പേര് സ്ഥലം. മതി അടി. ആലോചിക്കരുത്. അക്ഷരം മാ, പേര് സ്ഥലം, അച്ഛൻ്റെ പേര്, ഇഷ്ടപ്പെട്ട പലഹാരം. അത്രേ ഉള്ളൂ. ഓക്കെ, ആന്റി ഇരിക്കണം. പേര്
ആ സ്ഥലപ്പേര് അടുത്താള് ആ അക്ഷരം താ പേര് അച്ഛന്റെ പേര് താറാവോ സ്ഥലപ്പേര് തിരുവനന്തപുരം. ആ ഓക്കെ ഇഷ്ടപ്പെട്ട പലഹാരം അടുത്തത് അക്ഷരം പാ പേര് അച്ഛന്റെ പേര് സ്ഥലപ്പേര് പലഹാരം ജയിച്ച് അക്ഷരം താ ലക്കിക്ക് ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കൂടുതലായിട്ട് തന്നെ അവനൊരു ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അങ്ങ് ചേട്ടയുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഞാനിരിക്കുന്നിടത്ത് വരും. ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഓട്ടം. അപ്പോൾ ഇത്രയും നേരം ചേട്ടയുടെ കൂടെ ചേട്ടായി വന്നപ്പോൾ താഴോട്ട് അങ്ങനെ നമ്മുടെ സദ്യയുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചു. അപ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു ഈ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോഴേ എല്ലാവരുമായിട്ടുള്ള ഫൺ ടൈമായിരുന്നു. പിന്നെ ഒരു എന്താ തട്ടിക്കൂട്ട് തിരുവാതിരയും അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് സദ്യയൊക്കെ എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി കണ്ണനോട് ഗെയിം കളി, ചെസ് കളി ഇങ്ങനത്തെ പരിപാടിയായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ലെക്ചർ അടിക്കണമല്ലോ. ഞാനും കിങ്ങാകുമ്പോൾ അടുത്ത റീലിനുള്ള പ്ലാനിങ് അങ്ങനെ ഓരോന്ന് പരിപാടിയിലായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇനി റെഡി ആയിട്ടൊന്ന് കൊല്ലത്ത് പോകണം കേട്ടോ. അപ്പോൾ അത് ഇവർ രണ്ടുപേരും എണീക്കാതെ ഒരു വിധത്തിൽ പറ്റാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ സിന്ധുവിൻ്റെ ചെയ്യുന്നൊരു പരിപാടിയാണ്. വരിക ഇല്ല തട്ടിക്കളയുക. പണ്ട് ഞങ്ങളത് ഇതേപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ടാണ് അമ്മയുടെ സാധനം ചെയ്യമ്മ അല്ല അമ്മയുടെ അപ്പോൾ എല്ലാവരും വീട്ടിൽ റെഡിയാവാൻ പോകണം കേട്ടോ. നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ, ഓണപരിപാടിയുടെ പരിപാടി. അപ്പോൾ എങ്ങനെയാണ് തിരക്കുന്നൊന്നും അറിയത്തില്ല, എന്നാലും പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും റെഡിയാവാൻ പോവാണ് കേട്ടോ. അമ്മ എവിടെ പോവാമ്മ? ഞാൻ കൊല്ലം ഫെസ്റ്റ് കാണാൻ പോകും. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മയും മോനും ചേട്ടായി ഞാനുമാണ് റെഡി ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാറിൽ അവർ ഫ്രണ്ടിലത്തെ കാറിൽ കിങ്ങിണി, കണ്ണൻ, ബിന്ദാൻറ്റി, സിന്ധാൻറ്റി അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ്. ശ്രീദേവി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അതി പാടായിട്ട് നമ്മൾ കിങ്ങാമോൻ്റെ അടുത്ത് ഇതിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇതിൽ പോകാൻ പോവാണ്. ആശ്രമ മൈതാനത്ത് ഇതേപോലെ ഓണത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പ്രോഗ്രാമും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുവരെ നമ്മളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളാണ് ആദ്യമേ റീച്ച് ആയത്. കൊച്ചച്ഛനൊന്നും എത്തിയിട്ടില്ല. അവിടെ ഭയങ്കര വരാനും നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ജയൻറ്റ് വീല്, അതേപോലെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോളിൻ്റെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കൊച്ചച്ഛനും ആൻറ്റിയൊക്കെ വന്നു. നമ്മൾ രണ്ടുപേരും രണ്ട് കൂട്ടരും ഒന്ന് കണ്ടുകൂട്ടാൻ തന്നെ കുറച്ച് പാടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തിരക്കൊന്നും ഒരു പിടിയില്ലാതെ നമ്മളങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ പൊന്നോ, അവിടെ ചെന്നപ്പോൾ എൻ്റെ ഈശ്വര അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ.
എന്താ പറയുക, നമ്മളപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് എന്താ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. ക്യാൻറ്റീൻ ആണെങ്കിൽ ആക്ച്വലി ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഒരു രക്തരക്ഷസിൻ്റെ ഒരു നാടകം നടക്കുന്നുണ്ട്. അത് 8:30ക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ നാടകം നമുക്ക് പോയിട്ട് ബാക്കിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് രക്തരക്ഷസിൻ്റെ നാടകം കാണണമെന്ന് പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മുട്ട പപ്സ്, ചായ, ഇതൊക്കെയാണല്ലോ ഒരു ഫൺ ആക്ച്വലി. ഒരു ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലിയായിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും പോകുക, അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് ഫൺ മൊമെൻറ്റ്സ്, ഗെയിം, ഇതേപോലെ എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഓണത്തിൻ്റെ ഓളം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ജയൻറ്റ് വീലും അതേപോലെ തന്നെ മറ്റേ സ്പേസിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടി അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ നമ്മൾ കൊല്ലം വരെ പോയിട്ട് ഒരു യൂസും ഇല്ലാണ്ടായി പോയിട്ടോ. വാട്ടർഫാൾ കാണാനും അതൊക്കെ ഉള്ള എൻട്രി എന്ന് പറയുന്നത് ആൾക്കാരുടെ കൂട്ടം കാരണം ഈവൻ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ പോലും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ക്യൂ ആണ് നിൽക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ടിക്കറ്റ് കൊടുക്കുന്നത് അവർ സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു. സോ ഇതൊരു വല്ലാത്ത അവസ്ഥയായിട്ട് നമ്മൾ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് രുചിയുടെ മേള എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് മേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ 8:30 നമ്മുടെ രക്തരക്ഷസ് കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് എന്താണെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. ഇതിന് 30 രൂപയായിരുന്നു കേട്ടോ ഒരാളുടെ ടിക്കറ്റ്. അപ്പോൾ അവിടെ ഫർണിച്ചർ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതേപോലെ തന്നെ അലുവ, കമ്മൽ, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയിട്ട് അട്രാക്റ്റ് ചെയ്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അലുവ കിട്ടുന്ന സ്ഥലമായിരുന്നു കേട്ടോ. കൈ നീട്ടുക, കൊടുത്തോണ്ടിരിക്കുക. കൈ ചുമ്മാ കൈ നീട്ടിയാ തരും. ചേട്ടാ വേണ്ട നിന്റെ ചേട്ടാ. കണ്ണനെ പറയുമ്പോ മാത്രമേ അടിക്കാറുള്ളൂ. കാന്താരി അലുവ. അങ്ങനെ നമ്മൾ അലുവയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ കോട്ടഡ് ആയിട്ടുള്ള കാഷ്യൂസ്, അങ്ങനെ നട്ട്സിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ മേളയൊക്കെ കണ്ടതിന് ശേഷം അവിടെ തന്നെ ബബിൾ ടീ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഞാൻ കഴിച്ചിട്ടുള്ള ബബിൾ ടീ അടിപൊളിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് കിങ്ങിണിക്ക് മേടിച്ചു കൊടുക്കല്ലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒട്ടും നന്നായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു 8:20 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രക്തരക്ഷസ് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളെല്ലാം പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഓരോ കഥകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വാട്ടർഫാളിൻ്റെ സൂം ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടൊക്കെ സംതൃപ്തി അടങ്ങി. ഓക്കെ, കാണാനോ പറ്റിയില്ല, എന്നാൽ ഇങ്ങനെയൊക്കെ കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ സൂം കപ്പാസിറ്റി ഭയങ്കരമായിട്ട് ഞങ്ങളങ്ങ് ചെയ്തു. മൂന്ന് സീറ്റ് പിന്നെ അതിൻ്റെ അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ടൊക്കെ നാടകങ്ങളിൽ നമ്മുടെ ഉത്സവത്തിനൊക്കെ നമ്മൾ വീട്ടിൽ അമ്പലത്തിലാണ് പോയി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കയറിയത്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. ഒരു മോഡേണൈസ്ഡ് ഒരു സംഭവം, നാടകത്തിൻ്റെ തന്നെ ഒരു പുതിയ വെർഷൻ എന്ന് വേണേൽ പറയാം. കുങ്കുമപ്പൂവും സമം ചേർത്ത്
എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ നമ്മൾ നാടകമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അവിടെ ആണെങ്കിൽ ദൂരേക്ക് ഇപ്പോൾ നമ്മുടെ ആ ഗ്രൗണ്ടിലേ നമ്മുടെ കാറൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ച് കാറിലൊക്കെ കയറി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 45 മിനിറ്റാണ് നമുക്ക്, 45 30 മിനിറ്റാണ് നമുക്ക് വീട്ടിലോട്ടുള്ളത്. ഇങ്ങനെ എനിക്ക് തണുപ്പ് പ്രശ്നമായിട്ട് ഫുള്ളി പൊത്തുത്തി അവളെ മൂടി പൊതിഞ്ഞ് മമ്മിയായിട്ട് കുത്തിയിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് കാറിൻ്റെ AC പോലും പറ്റത്തില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓണത്തിന്റെ അവസാനം ഇങ്ങനെ രാമിയെ അങ്ങനെ ചിരി സന്തോഷമായിട്ട് ഒരു അടിപൊളി ആവട്ടെ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വരെ അതുവരെ ബൈ.